ഇതേ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ കോപ്പിയാണെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് കാണിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇതിനകത്ത് കാണിക്കുന്ന കുറേ കാര്യങ്ങളും, അതായത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ത്രെഡ് തന്നെ ശരിക്കും മറ്റേ മൂവിയിൽ നിന്ന് കുറച്ച് ബ്ലൈഡ് ചെയ്തെടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോഴത്തേക്ക്, ആ സീൻസ് കാണുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിനകത്ത് കുറെ കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്രോച്ച്. അപ്പോൾ അതിന് ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വിശദീകരണം എന്തായിരിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഒരുപാട് കേസുകളുണ്ട്. അതിനകത്തൊരു സ്കെച്ച് ആർട്ടിസ്റ്റാണ്, മുഖമൊക്കെ മനസ്സിലാക്കിയിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണ്. ഇതിനകത്ത് വന്നിട്ട് ക്ലേ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്കൾപ്ചർ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് വളരെ ഒരു നല്ല സിമിലാരിറ്റി തോന്നും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ആളുകൾ പബ്ലിക് ഇത് കണ്ടിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനേക്കാളും നമുക്ക് മൂവി ഉണ്ടാക്കുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻസ്പയർഡ് ഫ്രം ദിസ് മൂവി എന്നുള്ള രീതിയിലൊരു നമുക്കൊരു കോർട്ടസിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് മൂവി എന്നുള്ളത് ആദ്യം ഒന്ന് കാണിക്കുന്നതിൽ അങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്റ്റോറി എല്ലാം ഇതിനകത്ത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു മെയിൻ ത്രെഡിലോട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മൂവി എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റൊരു സിനിമയായിട്ട് എവിടെയെങ്കിലും സാദൃശ്യം ഉണ്ടെങ്കിൽ അതെന്തായാലും അറിയാതെ സംഭവിച്ചതാവാൻ വഴിയില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കടപ്പാട് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് മൂവി എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും ഒരു വ്യൂവറുടെ പെർസ്പെക്റ്റീവിൽ അതൊരു കോപ്പി ഐഡിയ ആയിട്ട് തോന്നത്തില്ല.